രാജീവ് ശ്രീനിവാസൻ, ഇന്ന് ട്രംപ് കുറിച്ച ഒരു കാര്യം, ഇസ്രായേൽ ഡു നോട്ട് ഡ്രോപ്പ് ദോസ് ബോംബ്സ്, ഇഫ് യു ഡു ഇറ്റ് ഇറ്റ് ഈസ് എ മേജർ വയലേഷൻ, ബ്രിങ് യുവർ പൈലറ്റ്സ് ഹോം നൗ. ഒരു ഉത്തരവ് എന്ന രീതിയിലാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഇസ്രായേലിനെ കുറിച്ച് എഴുതുന്നത്. നമ്മൾ മുമ്പ് ഒരു പ്രസിഡന്റ്, ഒരു ലോകരാഷ്ട്രത്തിന്റെ തലവൻ, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും ഇതുപോലെ ഒരു ഭാഷയിൽ പറഞ്ഞത് കേട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും തോന്നുക ഇസ്രായേലുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഈ മൊമെന്റിൽ ട്രംപ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ട്രംപിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിട്ടുള്ള ബോംബിംഗ് എന്നുള്ളതാണ്. ഇതെങ്ങനെ അവസാനിക്കും, എങ്ങനെ പര്യവസാനിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ അധികമായിട്ട് കാണുന്ന ഒരു സംഭവം 3 ആംഗിൾസ് ഉണ്ട്. ഒന്ന് ജിയോ പോളിറ്റിക്സ്, 2 വാർഫെയർ, 3 നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ചും ഇന്ത്യയെ പോലുള്ള രാജ്യത്ത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ മറ്റു 2 പ്രഭാഷകരും പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ യോജിക്കുന്നുണ്ട്. കുറേയൊക്കെ നിഴൽ യുദ്ധം നടന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ ഖത്തറിന്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ ഉണ്ടായിരുന്ന അവരുടെ പ്ലെയിൻസും അവരുടെ ആർമി സോൾജേഴ്സിനെ എല്ലാം മാറ്റി കഴിഞ്ഞിട്ടാണ് ഇറാൻ അവരെ ആക്രമിച്ചത്. അതുപോലെ തന്നെ ഇറാനിന് മുൻപ് ഫോർദോയിൽ അറ്റാക്ക് ഉണ്ടാവുമെന്ന് എങ്ങനെയോ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു ഒത്തുകളിയാണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അതായത് ആദ്യത്തെ ആ ഒരു അറ്റാക്ക്, ഇസ്രായേലിന്റെ ആദ്യത്തെ അറ്റാക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ഇസ്രായേൽ ഗ്രേറ്റ് സേറ്റനാണ്, അതിനെ നശിപ്പിക്കണം എന്നുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് വന്നിരുന്നതാണല്ലോ ഇറാനിന്റെ നേതാക്കൾ. അവരെ എങ്ങനെയെങ്കിലും തളച്ചിടണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് മനസ്സിലായത് അവരുടെ പ്രോക്സികളെ എല്ലാം കുറേശ്ശെ നശിപ്പിക്കണം. അവരുടെ പ്രോക്സികൾ പ്രധാനമായിട്ട് 3 ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തി, ഈ 3 കൂട്ടരെയും. അപ്പൊ ഈ ഗാസ ആക്രമിച്ചതോടുകൂടി ഹമാസ് നശിച്ചു പോയെന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും, എന്നാലും അവരുടെ കുറെ സീനിയർ മാനേജേഴ്സിനെ എല്ലാം, സീനിയർ ലീഡേഴ്സിനെ എല്ലാം അവർ കൊന്നു. കുറെ അതിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഹെസ്ബുള്ള വല്ലാതെ നശിച്ചു പോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഹൂത്തീസിന് അത്രയും പറ്റിയിട്ടില്ല. പക്ഷേ ഈ 3 ശക്തികൾ, ഈ പ്രോക്സികളും ഇറാനിന് നഷ്ടപ്പെട്ടതോടുകൂടി ഇറാനിന്റെ പൊതുവെയുള്ള ജിയോ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വശത്ത്. രണ്ടാമത് ആദ്യത്തെ ആ പ്രഹരം ഇസ്രായേൽ വന്ന് ആക്രമിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇസ്രായേൽ അത് വളരെ എളുപ്പം, ലഘുവായിട്ട്, ലാഘവത്തോടു കൂടി ഇറാനെ തോൽപ്പിച്ചു കളയും. കാരണം പല സീനിയർ ജനറൽസും ഇന്റലിജൻസ് പീപ്പിളിനെ ഒക്കെ ഇവര് വധിച്ചു. അത് മാത്രമല്ല, ഇസ്രായേലി വെപ്പൺസിനെതിരായിട്ട് ഇറാനിയൻ എയർ ഡിഫൻസ് അത്ര നന്നായിട്ട് പെരുമാറിയതുമില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇസ്രായേലിന് ഭയങ്കര ഒരു വൻപിച്ച വിജയമാണെന്ന്. പക്ഷേ അതിനുശേഷം ഇറാൻ തിരിച്ചടിക്കാനും തുടങ്ങി, അവരുടെ വലിയ ഹൈപ്പർസോണിക് മിസൈൽസ് ഒക്കെ അയക്കാനൊക്കെ തുടങ്ങി. അപ്പോഴെനിക്ക് തോന്നിയത് ഇതൊരു മെറ്റഫോർ എന്ന് പറയുകയാണെങ്കിൽ, ചില ഗുസ്തിക്കളത്തിൽ അല്ലെങ്കിൽ ചില ബോക്സിംഗ് റിങ്സിൽ 2 ബോക്സർമാരിങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് മുഖവും എല്ലാം ചോര ഒലിപ്പിച്ച് അവർക്ക് നിൽക്കാനും വയ്യ, കണ്ണു കാണാനും വയ്യ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സത്യമായിട്ടൊരു സ്റ്റെയിൽമേറ്റ് എത്തി. ആ സ്റ്റെയിൽമേറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം ട്രംപ് ആ ഒരു അറ്റാക്ക് നടത്തിയത്. ബങ്കർ ബസ്റ്റർ, അതൊക്കെ ഭയങ്കര പ്രോപ്പഗാൻഡയാണല്ലോ. B2 അവിടെ നിന്ന് വന്നു, ബങ്കർ ബസ്റ്റർ 16 അവിടെ എവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ അതിന്റെയൊക്കെ പരിണിത ഫലം എന്താണെന്ന് ഇപ്പോഴും അത്ര വ്യക്തമല്ല. കാരണം പിന്നെ ഫോട്ടോയിലുള്ള എൻറിച്ച്മെന്റ് എല്ലാം അവിടുത്തെ കുറെ സെൻട്രിഫ്യൂജസ്, അത് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ ആക്രമണത്തിന്റെ അതിന്റെ ഫലമായിട്ട് സെൻട്രിഫ്യൂജസ് ഒക്കെ വർക്ക് ചെയ്യുന്ന നിന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഓർക്കുന്നുണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ വേറൊരു പണി ചെയ്തു. അതും അവരുടെ ഇന്റലിജൻസിന്റെ ഒരു പ്രധാന ഒരു എക്സാമ്പിൾ ആണ്. സ്റ്റക്സ്നെറ്റ് എന്ന് പറഞ്ഞ് ഒരു കമ്പ്യൂട്ടർ വേമിനെ അയച്ചു. അവർ ഈ അന്നത്തെ ഏത് കൊല്ലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അന്നത്തെ ഇറാനിന്റെ 2010 അന്ന് ഇറാനിന്റെ ഈ യുറേനിയം എൻറിച്ച്മെന്റ് പ്രോഗ്രാമിനെ അവർ കാര്യമായിട്ട് ബാധിച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വേറൊരു കാര്യത്തിലേക്ക് കടക്കട്ടെ. ഈ വാർഫെയർ എന്നുള്ള ആ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രയേല് 2 കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു. ഒന്ന് ഹ്യൂമൻ ഇന്റലിജൻസ്. ആ ഹ്യൂമൻ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ സീനിയർ ജനറൽസിനെ എല്ലാം അവർ കൊന്നത്. ഉദാഹരണത്തിന് പറയുന്നുണ്ട്, ഒരാള് ഏതോ ഒരു സീനിയർ ജനറലിനെ വേറെ ഒരു ഇസ്രായേൽ അല്ല, വേറൊരു പറയുന്നത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വേറൊരു അവരുടെ ഒരു സഖ്യകക്ഷി ഈ ജനറലിന് ഒരു വാച്ച് സമ്മാനിച്ചു.
ആ വാച്ച് ഉപയോഗിച്ചിട്ടാണ് അവർ ജിയോ ലൊക്കേറ്റ് ചെയ്ത് ആ ജനറലിനെ കൊന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാം തരം ഹ്യൂമൻ ഇന്റലിജൻസ് അവർ അവിടെ പ്രയോഗിച്ചു. അതൊന്ന്. രണ്ടാമത് വളരെ നന്നായിട്ട് അവർ ഡ്രോൺസിനെ ഉപയോഗിച്ചു. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ കഴിഞ്ഞ 2-3 യുദ്ധങ്ങളിൽ, ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലും, പിന്നെ ആ യുക്രൈനില് നടന്നല്ലോ, അവർ ആ Tupolev 44 കുറെ എണ്ണത്തിന് ഈ യുക്രൈനിയൻസ് ഡ്രോൺ കൊണ്ട് നശിപ്പിച്ചു. പിന്നെ ഇവിടെ ഈ യുദ്ധത്തിലും ഡ്രോൺ നല്ലപോലെ ആദ്യത്തെ സ്റ്റേജിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ ഒരു ന്യൂ ഗെയിം ഇൻ ടൗൺ. അതായത് യുദ്ധം മാറിക്കൊണ്ടിരിക്കുന്നു. ആ പഴയ പോലെ ഫൈറ്റർ ജെറ്റ്സ് മാത്രം പോരാ, മിസൈൽസും ഡ്രോൺസും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്നുള്ള ആ ഒരു വാർ ഡോക്ട്രിൻ കൂടെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ ഇസ്രയേലിന്, നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ, ഇസ്രയേലിന് സത്യമായിട്ടും ഒരു തന്റേതായ ഒരു they don't have an individual capability. അമേരിക്ക പുറകിലുണ്ട് എന്നുള്ള ആ ഒരു ഇത് ശക്തി ഇല്ലെങ്കിൽ ഇസ്രയേലിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് രണ്ടുപേരും, ഇറാനും ഇസ്രയേലും രണ്ടുപേരും എക്സോസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ശകലം ഹോപ്പ് ഉണ്ട് ഈ യുദ്ധം അധികം മുമ്പോട്ട് പോവുകയില്ല. ട്രംപ് ചെയ്തതുകൊണ്ടൊന്നുമല്ല, ഇവർ രണ്ടുപേരും എക്സോസ്റ്റഡ് ആയി, അവർക്ക് അമ്യൂണിഷൻ കുറഞ്ഞിട്ടുണ്ടാവും, അവരുടെ ടാക്ടിക്സ് ഒന്നും അത്ര നന്നായിട്ട് ഫലിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ബലമായ വിശ്വാസം അധികം നാളിനി മുമ്പോട്ട് കൊണ്ടുവരില്ല. പക്ഷെ അതേസമയം ഇസ്രായേലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അവിടെ റെജീം ചേഞ്ച് കൊണ്ടുവരികയാണെന്നുള്ളത്, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റെജീം ചേഞ്ച് ഉദ്ദേശിക്കുന്നതാണ് മറ്റേ പിന്നെ യുക്രൈനിൽ നടന്ന പിന്നെ റെവല്യൂഷൻ, അതുപോലെ തന്നെ വെൽവെറ്റ് റെവല്യൂഷൻ ഉണ്ടായിരുന്നു, കളർ റെവല്യൂഷൻസ്. അതിലൊക്കെ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ബ്രിട്ടീഷ് ഡീപ് സ്റ്റേറ്റും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ ഉദ്ദേശിക്കുന്നത്. അവര് എവിടെന്നെങ്കിലും ഒരാളെ പൊക്കിക്കൊണ്ടുവന്ന് അതിന്റെ അവിടെ ലോക്കലായിട്ട് കുറെ വേലത്തരങ്ങൾ നടത്തിയിട്ട് എക്സിസ്റ്റിംഗ് റെജീമിനെ നശിപ്പിച്ചിട്ട് പുതിയ അവരുടെ ഫേവറേറ്റിനെ കൊണ്ടുവരും. അത് ഇറാനിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോ അവര് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് റെസ പഹലവി ഷാഹിന്റെ മകനെയാണ്. ദേ ആർ ഹേറ്റഡ്. എനിക്ക് ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇറാനിയൻസ്. അവര് ദേ വർ ബെനിഫിറ്റിംഗ് ഫ്രം പഹലവീസ് സ്കോളർഷിപ്സ് ആൻഡ് സോ ഓൺ. പക്ഷെ ആർക്കും പഹലവിയെ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളെ തിരിച്ചു കൊണ്ടുവരുന്നത് അവര് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രത്തോളം അവർക്കൊക്കെ ഈ ഖമനി ആൻഡ് IRGC ഒക്കെ പേടിയും വെറുപ്പും ഒക്കെ ആണെങ്കിലും അവരുടേതായ ആ ഒരു സിവിലൈസേഷനിൽ അവർക്കൊരു പ്രൈഡ് ഉണ്ട്. അതുകൊണ്ട് അവര് വേറൊരു വീണ്ടും അവരുടെ ആ ഒരു റെജീം ചേഞ്ചിന് അവർ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിന് അനുഗുണമായി തന്നെയാണ് അവിടുത്തെ സിവിൽ ലിബർട്ടി പ്രവർത്തകരൊക്കെ. അവരാരും റിസ പഹലവിയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു മൂവ്മെന്റ് അവിടെ നടക്കാനുള്ള സാധ്യതയും കുറവാണ്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്.